കൂട്ടുകാരെ, ദിസ് ഈസ് മീ യുവർ ടോമച്ചൻ. ജീസസ് കിഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു ക്രിസ്തുമസ് കാലം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇരിക്കുകയാണ്. എന്താണ് ക്രിസ്തുമസ്? അല്ലെങ്കിൽ ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തുന്നത്? ദൈവപുത്രൻ നമ്മുടെ ഈ ഭൂമിയിലേക്ക് അവതരിച്ചതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലാണ് ക്രിസ്തുമസ് ദിനം എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണല്ലോ. കർത്താവായ ഈശോ മിശിഹ സുഖ സൗകര്യങ്ങളോടുകൂടെ വലിയ രാജകൊട്ടാരങ്ങളിൽ ജനിക്കാമായിരുന്നിട്ട് പോലും അതൊന്നും വേണ്ട എന്ന് കരുതി അതിനെയെല്ലാം ഉപേക്ഷിച്ച് ത്യജിച്ചുകൊണ്ട് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ആ വിനയം, അത് എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു സംഗതിയാണ്. അങ്ങനെയുള്ള ഈ ക്രിസ്തുമസ് രാവ് നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കഥയാണ് കിഴക്ക് നിന്ന് 3 വിദ്വാൻമാർ വന്ന് കർത്താവായ ഈശോ മിശിഹായെ പുൽത്തൊഴുത്തിൽ വന്ന് കാണുന്നത്. അത് പല ദൂരങ്ങൾ താണ്ടി പല ക്ലേശങ്ങൾ സഹിച്ച് 3 രാജാക്കന്മാർ അല്ലെങ്കിൽ 3 വിദ്വാൻമാർ ക്രിസ്തുവിനെ കാണുവാനായിട്ട് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്ക് പുറപ്പെട്ട കഥ. എൻ്റെ കൊച്ചു കൂട്ടുകാരെ, നമുക്കൊരു ഗെയിം കളിച്ചാലോ? വരൂ, നമുക്കൊരു ക്രിസ്തുമസ് സ്റ്റാർ ഗെയിം കളിക്കാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്രിസ്തുമസ് സ്റ്റാർ ഗെയിമിനുള്ള ആവശ്യമുള്ള സംഗതികളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ചാർട്ട് പേപ്പർ ഉണ്ട്, പിന്നെ 3 കിങ്സിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അതുപോലെ തന്നെ കർത്താവ് ഈശോ മിശിഹ ജനിച്ച ആ ഒരു ഭാഗത്തിൻ്റെ ഒരു ഇമാജിനറി ചിത്രം കൂടെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ചാർട്ട് പേപ്പർ, നമുക്ക് വേണ്ട ആവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന്. നമുക്ക് തുടങ്ങാം. നീളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗെയിം ഒരല്പം നീളത്തിൽ ചെയ്യേണ്ട ഒരു ഗെയിമാണ്. അതുകൊണ്ട് ഞാൻ നീളത്തിലുള്ളൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ പകുതിയാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ 3 കിങ്സ് ഉണ്ടല്ലോ, 3 കിങ്സിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ 2 പേപ്പർ പീസ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ സംഗതി എന്ന് പറഞ്ഞാൽ വൂളൻ ത്രെഡ് ഉപയോഗിച്ച് നമ്മൾ ഒരു നേരെ 3 ത്രെഡ് ഇവിടെ ഫിക്സ് ചെയ്യലാണ് അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. സോ ഞാൻ 3 വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരറ്റത്ത് നിന്ന് ഈ ഒരറ്റത്തേക്ക് നേരെയാണ് നമുക്ക് ഇത് ഇടേണ്ടത്. അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമുണ്ട്. സോ ഈ ഒരു വലുപ്പത്തിൽ നമ്മളൊരു 3 പീസ് മൊത്തം എടുക്കുന്നു. അങ്ങനെ 3 ത്രെഡ് നമ്മൾ എടുത്തു. നമ്മളിതിനിങ്ങനെ നേരെ വെച്ചിട്ട് നമുക്കിന്ന് സ്റ്റാപ്ലർ ചെയ്തിട്ട് ഇത് ഫിക്സ് ചെയ്യാം ഇവിടെ. അങ്ങനെ ഇപ്പോൾ നമ്മൾ 2 ത്രെഡാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ 2 ഇമേജുകൾ നമുക്ക് ഇതിൽ വെച്ച് ഫിക്സ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റാറാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്ക് 2 സ്റ്റാർ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്കൊരു സ്റ്റിക്കർ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരല്പം ഇവിടെ ഒരു നീട്ടത്തിൽ ഒരു കടലാസ് വെച്ചിട്ട് നമുക്ക് ഈ സ്റ്റാർ ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ 2 സ്റ്റാർ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ജസ്റ്റ് പുറകിലേക്ക് ആക്കിയിട്ട് ഇവിടെ നിന്ന് ഒട്ടിക്കണം. അങ്ങനെ ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിനുള്ളിൽ കടത്തിയിട്ട് വേണം, നമ്മൾ ഇതുപോലെ ഇങ്ങനെ കടത്തിയിട്ട് വേണം ഒട്ടിക്കാനായിട്ട് കേട്ടോ. ഇങ്ങനെ അങ്ങനെ നമ്മുടെ സ്റ്റാർ നമ്മളിവിടെ ഫിക്സ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ത്രെഡിൽ ഇതിങ്ങനെ മൂവ് ചെയ്യാനായിട്ട്, ഈ സ്റ്റാർ മൂവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും 2 സൈഡിൽ നിന്നും. ഇനി നമുക്കുള്ളത് ഇവിടെ ഒരു നമ്പേഴ്സ് എഴുതാണ്. നമുക്ക് 1 തൊട്ട് ഒരു 25 വരെ നമുക്കിവിടെ നമ്പർ ഗ്യാപ്പ് ചെയ്ത് നമുക്കിവിടെ എഴുതാം മുകളിലായിട്ട്. ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഗെയിമിനുള്ള ഏകദേശം കാര്യങ്ങളെല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഡൈസ് വേണം. ഡൈസിലാണ് നമ്മുടെ ഇത് ചെയ്യുന്നത്. നമുക്കിത് കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കേഴ്സൊക്കെ ഇതിനകത്ത് ഇടാം. അപ്പോൾ ഞാനിവിടെ സ്റ്റാർസ് ആണ് സ്റ്റിക്കേഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കറുകളെല്ലാം ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ, നമുക്ക് ഒരേ സമയം 2 പേർക്കാണ് ഇത് കളിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഡൈസ് ഉണ്ട്, പേപ്പർ ഡൈസ് ആണ്. ഇപ്പോൾ ഡൈസിൽ ഞാൻ 1 മുതൽ 6 വരെയാണ് എഴുതിയത്. അപ്പോൾ നമുക്ക് ഒന്ന് ഇട്ട് നോക്കാം. ഫസ്റ്റ് 3 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
0 നിന്ന് 1, 2, 3 നമുക്ക് 3ലേക്ക് നമ്മുടെ സ്റ്റാറിനെ മൂവ് ചെയ്യാം. ഇനി അടുത്തത് സെക്കൻഡ് പ്ലെയറിൻ്റെ ആണ് രണ്ടാമത്തെ കളി. അപ്പോൾ രണ്ടാമത്തെ പ്ലെയർ ഇട്ടു, 5 വന്നത്. അപ്പോൾ 5 വന്ന സ്ഥിതിക്ക് നമ്മൾ 1, 2, 3, 4, 5ലേക്ക് മൂവ് ചെയ്തു. അങ്ങനെ ആദ്യത്തെ പ്ലെയർ ഇട്ടു, 3 വീണ്ടും കിട്ടിയത്. അപ്പോൾ 3 കഴിഞ്ഞു, 1, 2, 3. അപ്പോൾ 6ലേക്ക് നമ്മൾ വീണ്ടും മൂവ് ചെയ്യുന്നു. സെക്കൻഡ് പ്ലെയർ ഇടുന്നു, ആൾക്ക് 4 കിട്ടിയത്. അപ്പോൾ 1, 2, 3, 4, 9ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതിൽ ആരാണ് നമ്മുടെ 3 കിങ്സിനെ ഫസ്റ്റ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്ക് എത്തിക്കുന്നത് എന്നാണ് ഗെയിം എന്ന് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. കറക്റ്റ് 3 വന്നു. 3 വന്നതുകൊണ്ട് മാത്രം ഈ 20ലേക്ക് റീച്ച് ചെയ്യാനായിട്ട് ഫസ്റ്റ് പ്ലെയറിനെ പറ്റി. ഇനിയിപ്പോൾ 4 വീണതെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ 1, 2, 3 ഉള്ളൂ. അത് കാരണം 3 വന്നതുകൊണ്ട് മാത്രം ഈ ഫസ്റ്റ് പ്ലെയർ വിജയിച്ചു. അങ്ങനെ 3 കിങ്സിനെ ഫസ്റ്റ് പ്ലെയറാണ് ബെത്ലഹേം കാലിത്തൊഴുത്തിലേക്ക് എത്തിച്ചത്. ഇതാണ് നമ്മുടെ ഗെയിം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കളിച്ച ഈ ഗെയിമിൽ ഒരു സത്യമുണ്ട്. എന്താണെന്നറിയോ? വഴിതെറ്റിപ്പോയ ആ 3 വിദ്വാൻമാർക്ക് വഴികാട്ടിയായത് ആ ജ്വലിക്കുന്ന നക്ഷത്രമാണ്, അല്ലേ? പലപ്പോഴും വഴിതെറ്റിപ്പോകുന്ന നമുക്ക് ക്രിസ്തു വഴികാട്ടിയായിട്ട്, നക്ഷത്രമായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ക്രിസ്തുവിനെ കാണാതെ നാം പോകാറില്ലേ? ഇനി നമുക്ക് ഒരിക്കലും തെറ്റിപ്പോകുന്ന അവസ്ഥയിൽ ആകുവാൻ ഇടവരരുത്. കർത്താവായ ഈശോ മിശിഹ വഴികാട്ടിയായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ വഴിതെറ്റാതെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് പുറപ്പെടാം. വഴി തെറ്റിപ്പോയവർക്ക് വഴികാട്ടിയായിട്ട് നക്ഷത്രം ഉദിച്ചതുപോലെ തെറ്റിലും അധർമ്മങ്ങളിലും അകപ്പെട്ട് വഴിതെറ്റിപ്പോയ വലിയ ജനസമൂഹത്തിന് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും ഒരു നക്ഷത്രത്തിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. തെറ്റിപ്പോയവരെ വീണ്ടും കൂട്ടിച്ചേർക്കുവാൻ ഒരു നക്ഷത്രമായിട്ട് എനിക്കും നിങ്ങൾക്കും രൂപാന്തരം സംഭവിക്കേണ്ടതുണ്ട്. ആയതിനായി കർത്താവായ ഈശോ മിശിഹായോട്, അതെ, ഞാൻ ഒരു വഴികാട്ടിയായി മാറുന്നതിന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ ഒരു ക്രിസ്തുമസ് കാലം എനിക്കും നിങ്ങൾക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജീസസ് കിഡിൻ്റെ ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ദിസ് ഇസ് മീ, യുവർ ടോമച്ചൻ, സൈനിങ് ഓഫ്.